എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 33 ശ്ലോകം 21, 22, 23, 24 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ഗോപസ്ത്രീകളോട് ഭഗവാൻ കാണിച്ച ആ കാരുണ്യ അതിശയം അതിന് വർണ്ണിക്കാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. താസാം അതിവികാരേണ ശ്രാന്താനാം വദനാനി സ പ്രാവൃജൽ കരുണ പ്രേംണ ശന്തമേന അംഗ പാണിന. ഹേ പൂജ്യനായ രാജാവേ, അംഗ വിളിക്കണം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിച്ച മഹാരാജാവിനെ. അധിക നേരം ആ ക്രീഡ ഒക്കെ ചെയ്തപ്പോൾ ക്ഷീണിച്ച ആ ഗോപികളുടെ മുഖാംബുജത്തിലെ വീണകിടക്കുന്ന കുറുനിരകളെയും വിയർപ്പു ജലങ്ങളെയും അതിപ്രേമത്തോടെ കരുണാനിധിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്പർശനമാത്രത്താൽ അതിസുഖത്തെ നൽകുന്ന തൻ്റെ സ്വന്തം കൈകൊണ്ട് സാവധാനത്തില് തുടച്ചു മിനുക്കി ഭംഗി വരുത്തി സന്തോഷിപ്പിച്ചു. അങ്ങനെ മൃദുവായിട്ട് ആ വേർപ്പൊക്കെ തുടച്ചു മാറ്റി കുറുനിരകളെയൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചു കൊടുക്കണം. എന്തായാലേ ആ ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യം. ഭഗവാന്റെ ആ തലോടല്, ഭഗവാനൊന്ന് തൊട്ടാൽ തന്നെ ആ കരസ്പർശം കൊണ്ട് തന്നെ വളരെ സുഖം. പിന്നെ അതും പോരാഞ്ഞിട്ട് കാന്തനുചിതമായ ആ പ്രേമരസത്തോടു കൂടി മുഖത്ത് തലോടി ആ സുഖത്തെ അനുഭവിക്കാൻ ആ ഗോപസ്ത്രീകൾക്കുണ്ടായ ആ സുകൃത വിശേഷത്തെ കുറിച്ച് അഭിനന്ദിക്കാൻ തക്ക ബുദ്ധിവിശേഷമുള്ളവൻ ആണ് പരീക്ഷിത്ത് മഹാരാജാവ്. അത് മനസ്സിലാക്കിയിട്ടാണ് അംഗ എന്ന സംബോധന ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാവില്ല, അതാണ്. അങ്ങയ്ക്കത് മനസ്സിലാവൂലോ എന്നാണ് ശ്രീ ശുകബ്രഹ്മർഷി ആ സംബോധന കൊണ്ട് സ്പഷ്ടമാക്കിയിരിക്കുന്നത്. ഗോപ്യ സ്ഫുരൽ പുരടകുണ്ടല കുന്തളത്തിഗണ്ഡശ്രിയാ സുധിതഹാസ നിരീക്ഷണേന മാനം ദധത്യ ഋഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തൽക്കരരുഹ സ്പർശ പ്രമോദ. ഭഗവത് ദർശനത്താൽ അത്യന്തം സന്തോഷിച്ച ആ ഗോപികളുടെ ആ സന്തോഷം എങ്ങനെയാ അവര് പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാന്റെ കൈനഖങ്ങൾ കൊണ്ട് തങ്ങളുടെ കമലത്തെ തലോടിയപ്പോ ഗോപികൾക്ക് പരമാഹ്ലാദം ഉണ്ടായി. ഏറ്റവും തിളങ്ങുന്ന തങ്കത്താൽ ഉണ്ടാക്കിയ കർണാഭരണങ്ങൾ നിമിത്തം അവരുടെ കഴുത്തടത്തിന് അതിശോഭ, അതിമനോഹരമായ കാന്തി ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഭഗവാനെ കുറിച്ചുള്ള ആ പരമപ്രേമം സ്ഫുരിപ്പിക്കുന്ന മന്ദഹാസവും കൂടി അവരുടെ മുഖത്ത് അങ്ങോട്ട് വന്നു. ആ സുന്ദരമായ മുഖത്തൊരു പ്രേമത്തെ പ്രകടിപ്പിക്കുന്ന മന്ദഹാസം അതും കൂടി അങ്ങോട്ട് വന്നപ്പോ എന്തായി, യോജിച്ചപ്പോ അമൃതപാനം നിമിത്തമുണ്ടായ സുഖത്തെ കൂടി അതിശയിക്കുന്ന മട്ടിലുള്ള ആ കടക്കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ ആ മുഖകമലത്തെ നന്നായി അങ്ങോട്ട് നോക്കിയവര്. അമൃതപാനം നിമിത്തം ഉണ്ടാകുന്ന സുഖത്തെ കൂടി അതിശയിക്കുന്ന മട്ടില് അങ്ങനെയാണ് അവരുടെ ഒരു കടക്കണ്ണേർ ഭഗവാന്റെ നേരെ ഉണ്ടായത്. അപ്പൊ എന്താ, കാരുണ്യനിധിയായ ഭഗവാൻ വിലയേറിയ സൽക്കാരമായിട്ട് കരുതി അത് ഭഗവാൻ അത് സന്തോഷമായി, അതാണ് സ്വീകരിച്ചു സന്തോഷത്തോടെ. ഇങ്ങനെ സ്വഭർത്താവിനെ സൽക്കരിച്ച ഗോപികള് ശ്രവണമാത്രത്താൽ പാപങ്ങള് നശിപ്പിച്ച് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഭഗവാന്റെ ആ ദിവ്യ ലീലാവിശേഷങ്ങൾ ഇങ്ങനെ ഗാനം ചെയ്തു. സ്ത്രീകളെ ഇപ്പൊ ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി, കീർത്തനം ചെയ്യാൻ തുടങ്ങി, ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. താഭിർയുത ശ്രമമപോഹിതും അംഗസംഗഹൃഷ്ടസ്രജ സ്വകുചകുങ്കുമരഞ്ജിതായ ഗന്ധർവപാളിഭി അനുദ്രുതാ വിശവാ ശ്രാന്തോ ഗജീഭി ഇഭരാടിവ ഭിന്നസേതു. ഇനി 2 ശ്ലോകങ്ങൾ കൊണ്ട് ജലക്രീഡ വിവരിക്കുകയാണ്. ഭഗവാന്റെ ശരീരസ്പർശം കൊണ്ട് ഗോപികൾ ധരിച്ചിരിക്കുന്ന ആ മാലകളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. അതിന്റെ പൂക്കളൊക്കെ നൂല് മാത്രമായിട്ട് ഇങ്ങനെ അവശേഷിക്കുക. കുജങ്ങളിൽ ധരിച്ചിരിക്കുന്ന ആ കുങ്കുമപ്പൊടികള് രതിലീല നിമിത്തം ശരീരത്തിന്റെ 4 ഭാഗത്തും വ്യാപിച്ചു. അപ്പൊ അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് തുട്ടുത്തിങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ആ ഗോപാംഗനകളോടുകൂടി
രതിശ്രാന്തനായിരിക്കുന്ന ഭഗവാൻ സ്വച്ഛന്തം പിടിയാനകളോടുകൂടി ചേർന്ന് കളിച്ചു നടക്കുന്ന ഗജശ്രേഷ്ഠൻ എന്ന പോലെ വണ്ടുകളാൽ പിന്തുടരപ്പെട്ടും കൊണ്ട് ക്ഷീണം തീർക്കാനായി യമുനാജലത്തില് പ്രവേശിച്ചു. ആ മാലകളിൽ നിന്ന് വീശുന്ന മണം അറിഞ്ഞിട്ട്, ആ ഗന്ധം അറിഞ്ഞ് പറന്നു വന്നിരിക്കുന്ന വണ്ടുകള് മധുജലം കുടിക്കാൻ ആളുകളുടെ കവിൾത്തടത്തിൽ ചെന്നിരിക്കാൻ ഉത്സാഹിക്കുന്നത് പോലെ ശ്രീകൃഷ്ണന്റെ പിന്നാലെ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. പാതിവ്രത്യം, ഏകപത്നിവ്രതം, ദാനം, കർമ്മം, യജനം, യാചനം മുതലായിട്ടുള്ള പല ധർമ്മ മര്യാദകളെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ഈശ്വരാനുഗ്രഹം സമ്പാദിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ്. അപ്പൊ ജന്മാന്തര സുഹൃത വിശേഷത്താൽ സാധാരണ ഒരു സ്ത്രീയെ സ്വഭർത്താവ് സൽക്കരിക്കുന്നത് പോലെ ഭഗവാനിൽ നിന്ന് സൽക്കാരം സിദ്ധിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഗോപികളും ഭക്തന്മാരുടെ അഭീഷ്ടം എന്തായിരുന്നാലും അതിനെ സ്വേച്ഛയാ നൽകുവാൻ സമർത്ഥനായ ഈശ്വരനും ലോകവേദ മര്യാദകളെ അതിക്രമിച്ചത് തെറ്റ് കൽപ്പിക്കാൻ മടിയില്ലാത്തവരുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ അവിവേകത്തിന്റെ പരമകാഷ്ഠ എന്ന് നമുക്ക് മനസ്സിലാകണം. ഈ തത്വം നന്നായി അറിഞ്ഞിരിക്കുന്ന ശുകാചാര്യര് ഭഗവൻ മഹിമ തികച്ചും മനസ്സിലാക്കിയ ആളാണ്. സോംബസ്യലം യുവതിഭി പരിഷിച്യമാന പ്രേംണേക്ഷിത പ്രഹസതീഭിരിതസ്തോംഗ വൈമാനികൈ കുസുമവർഷിഭിരീഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീല. ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജൻ, ആത്മാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പിടിയാനകളോട് ചേർന്ന ഗജേന്ദ്രൻ എന്ന പോലെ യുവതികളോട് ചേർന്ന് ജലക്രീഡ ചെയ്തു. ശ്രീകൃഷ്ണന്റെ ചുറ്റും നിൽക്കുന്ന ആ ക്രീഡാസമർത്ഥകളായ ഗോപികള് ഭഗവാന്റെ ശരീരത്തിൽ ഇങ്ങനെ നാലു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കാൻ തുടങ്ങി. കൈക്കുമ്പിളിൽ ഇങ്ങനെ വെള്ളം എടുത്ത് ഭഗവാനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വേലയ്ക്ക് ഇങ്ങനെ ഒഴിക്കാം. അങ്ങനെയാണല്ലോ പിടിയാനകളും ആനക്കൂട്ടങ്ങളും അങ്ങനെയാണ്. കുളിക്കാൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരവിടുന്ന് കയറില്ല. അതുപോലെ ഭഗവാന്റെ മേലേക്ക് അവര് വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. അതിപ്രേമത്തോടു കൂടിയ കടാക്ഷ വീക്ഷണങ്ങളാൽ ഭഗവാന്റെ ഉള്ളിലും ആനന്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് നനച്ചു. ഇങ്ങനെ അസാധാരണമായ ജലക്രീഡ കണ്ടുകൊണ്ട് ആകാശത്തിൽ വിമാനത്തിലിരിക്കുന്ന ഗന്ധർവാദി ദേവസമൂഹങ്ങള് ഭക്തവാത്സല്യാദി ശ്രേഷ്ഠ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അങ്ങനെ സ്തോത്രം ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും വളരെ സന്തോഷം. ആഹാ, അങ്ങനെ അവര് ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യം, ആ ഗോപസ്ത്രീകളെ എത്ര ഭാഗ്യം ചെയ്തവരാ. ഇതുപോലെ ആർക്കെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും ആനന്ദം വിതറിക്കൊണ്ട് ആ ആനന്ദരൂപൻ ഗോപികളെ രമിപ്പിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.